എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് കൊണ്ട് വ്യത്യസ്തമായിട്ടൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഗ്രീൻ പീസിന്റെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ ഗ്രീൻ പീസ് കറി വെച്ചാലും കഴിക്കില്ല. അപ്പൊ വെക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഈ ഡിഷ് നമ്മൾ പനീർ ബട്ടർ മസാലയെല്ലാം തയ്യാറാക്കുന്നത് പോലെ ഉള്ളിയൊക്കെ അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു രുചിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പീസ് ബട്ടർ മസാല തയ്യാറാക്കുന്നത്. ഓക്കെ, നമുക്ക് പീസ് ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതായത് പച്ചപ്പട്ടാണി 200 ഗ്രാം ഗ്രീൻ പീസ് അതെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കണം. ഇത് ഞാൻ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. അത് ഫ്രഷ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുതിർത്തത്. ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അത് മതിയാവും. ഇത് 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പീസ് ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇതേപോലെ വെന്ത് ഉടയണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കടായി വെക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഏകദേശം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു 4 ഏലക്കായി പൊടിച്ചത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സ്പൈസസ് ഒക്കെ നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചിട്ടും അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊരു 2 മീഡിയം സവാള ഞാൻ നന്നായിട്ട് അരച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ ഒരു 3 ഒക്കെ എടുക്കണം. മീഡിയം ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ 1.5 ഒക്കെ മതിയാവും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് അരക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ പച്ചമണം വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് മാറ്റാനും ശ്രദ്ധിക്കണം. നന്നായിട്ട് പച്ചമണം മാറിയാൽ മാത്രമേ ഈ കറിക്ക് അടിപൊളി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദോശക്കും അതേപോലെ ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കറിയാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഗ്യാരണ്ടി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ കറിയിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു അടിപൊളി നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷ് പോലെ തന്നെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയും ഈ പൊടികളും ഒക്കെ നന്നായിട്ട് യോജിക്കണം. ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് പോവണം. ഉള്ളിയൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല. ഉള്ളിയൊക്കെ കറിയിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കുന്ന കുട്ടികൾ. അപ്പം ഇങ്ങനെ ഉള്ളിയൊക്കെ അരച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പൊടികളൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാനൊരു ചെറിയ 2 തക്കാളി അരച്ചതാണ്. തൊലി കളഞ്ഞിട്ട് അരച്ചതാണ്. അപ്പം ചൂടുവെള്ളത്തിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തക്കാളിയുടെ തൊലി മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അരച്ചാൽ മതി. തൊലിയോടുകൂടി നിങ്ങൾ അരക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല കളറുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മളെ കറി നല്ല കളറുണ്ടാവും. അപ്പം എനിക്ക് കിട്ടിയത് അത്ര കളറുള്ള തക്കാളിയല്ല. നിങ്ങൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല കളറുള്ള തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കാം. അതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു എണ്ണയൊക്കെ തെളിയുന്ന പാകമാവണം. സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ
തെളിയുന്ന ഒരു ഇത് വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ കറിയൊക്കെ ആവുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിയുന്നുണ്ട്, കാണുന്നില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ഒഴിക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് നിങ്ങൾക്ക് എത്ര ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്കിതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. മസാലയും ഒക്കെ ഗ്രീൻ പീസിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഗ്രേവി കുറച്ചും കൂടി വേണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് കറി ആയി കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവി എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പും അതേപോലെ എരിവും ഒക്കെ ഒന്ന് നോക്കണം, മറ്റൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ചതിട്ട് കൊടുക്കാം. ജീരകപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മതിയാവും, കുറച്ച് ചേർത്താൽ മതി. ജീരകത്തിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മല്ലിയില വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് മല്ലിയില വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ പീസ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കുറച്ച് മല്ലിയില അതേപോലെ തന്നെ ഒരു പച്ചമുളകും വെച്ചിട്ട് ഒന്ന് വെറുതെ ഗാർണിഷ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ മതി. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു പീസ് ബട്ടർ ഇടണമെങ്കിലും അങ്ങനെയും ചെയ്യാം. അത് ഓരോ ആൾക്കാരെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസിയാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.